ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡിലെ വരുൺ വേദയോടും രേണുമ്മയോടും നടന്ന കാര്യങ്ങളും അവരെങ്ങനെയാ പ്രണയിച്ചു തുടങ്ങിയതെന്നുള്ളത് പറയണേ. ഇനി പറയൂ, ഞാൻ എന്താ വേണ്ടത്? അർഹതയില്ലാത്തതാണ് ആഗ്രഹിക്കുന്നതെന്ന് എനിക്കറിയാം, പക്ഷേ ആശിച്ചുപോയി. ഇനി വേണ്ടെന്ന് വെക്കാൻ കഴിയാ എന്റെ ജീവനാണ്. അതു മതിയോ? വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അമ്മ എപ്പോഴേക്കും കരഞ്ഞു പോകുന്നുണ്ട്. വേദയും ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങി പോവാണേ. രേണു ഇങ്ങനെ കരയുമ്പോ വരുൺ അമ്മയെ ചേർത്ത് പിടിച്ച് നിൽക്കാണ് അവിടെ. ശേഷം പിന്നീട് കാണിക്കുന്നത് ദീപ്തി ഇത്തിരിക്ക് വീട്ടിലെത്താട്ടോ. ഇരുട്ടായിട്ടുണ്ട്. ഈ സമയം ദീപ്തി എവിടെയായിരുന്നു ഇതുവരെ എന്ന് ശങ്കരൻ ചോദിക്കുമ്പോ അത് ഒരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. നോണ പറയരുത്. ദീപ്തി ആകെ പേടിക്കും. അപ്പോഴേക്കും ആരുടെ ഒപ്പാടി നീ ബീച്ചിൽ കറങ്ങിയത് എന്ന് ചോദിച്ച് പത്മ അങ്ങോട്ട് വരുമ്പോ ശങ്കരൻ പത്മം വേണ്ട എന്ന് തലയാട്ടുക. ഇവളോടൊന്നും ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല ശങ്കരേട്ട, കാരണം നോക്കിയൊന്ന് പൊട്ടിക്കണം. ദീപ്തി പറയും, അമ്മയ്ക്ക് ഇപ്പൊ എന്താ അറിയേണ്ടത്? ഞാൻ ആരുടെ കൂടെയാ കറങ്ങി നടന്നതെന്നാണോ? കൂട്ടുകാരിയല്ല, കൂട്ടുകാരനാ. മതിയോ? ദീപ്തി ഇങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുമ്പോ ഒരു ഞെട്ടിപ്പോവാണ്. കേടില്ലേ ശങ്കരേട്ട? ഒരു കൂസലില്ലാതെ ഇവള് പറയുന്നത്. ശങ്കരൻ പറയും, മോളെ, നമുക്ക് ആണും പെണ്ണുമായിട്ട് നിരവധി കൂട്ടുകാരുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷെ അവരെങ്ങനെയുള്ളവരാണ്, ഏത് തരക്കാരാണ് എന്ന് അന്വേഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. ആ പയ്യനെ കുറിച്ച് ഞാൻ കേട്ടു. അവൻ അപ്പോഴേക്ക് ദീപ്തി പറയും, എനിക്കറിയാച്ച. എന്നിട്ടാണ് മോളെ നീ ആളുകൾ കാണേ അവന്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ദീപ്തി മുഖത്ത് നോക്കുന്നില്ല. ഇതിന്റെ ശരി തെറ്റ് എന്നും എനിക്കറിയില്ല. വരുൺ ഇപ്പൊ പഴയ പോലെ ഒന്നുമല്ല. പത്മം ചോദിക്കുക എന്ന് വെച്ചാ ദീപ്തി അറിയും എന്ന് വെച്ചാ അമ്മേ, വരുൺ ഇപ്പൊ ടോട്ടലി വേറൊരാളാ. വേറൊരാളോ എന്ന് വെച്ചാ എന്ന് ചോദിച്ച് ശ്രീകാന്ത് അങ്ങോട്ട് ഇറങ്ങി വരും. അവൻ എന്തിനാ ഹോസ്പിറ്റലിൽ കിടന്നതെന്ന് നിനക്കറിയാവോ? നിന്റെ ചേച്ചിയുടെ ഭർത്താവ് തല്ലിക്കൊല്ലാറാക്കിയിട്ട്. അതിനുള്ള കാരണം നിനക്കറിയാമോ? ദീപ്തി ഒന്നും പറയാൻ നിൽക്കുമ്പോ ശ്രീകാന്ത് വയ്ക്കും, എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ? ദീപ്തി പറയും, വരുൺ തെറ്റ് ചെയ്തിട്ടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവൻ ആ തെറ്റിലിപ്പോ പശ്ചാത്തപിക്കുന്നുണ്ട്. എടി, അവന്റെ അടുത്ത ഇര മാത്രമാണ് നീ. അവൻ നിന്റെ മുന്നിൽ കാണിക്കുന്ന എല്ലാവരും നാടകമാണ്. ദീപ്തി പറയും, ശ്രീയേട്ടാ, ആൾക്കാരെ മനസ്സിലാക്കാനും തിരിച്ചറിയാനുള്ള പ്രായമൊക്കെ എനിക്കായി. വരുൺ തെറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ തെറ്റിലിപ്പോ അവൻ പശ്ചാത്തപിക്കുന്നുണ്ട്. അതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ളൊരു അവസരം ഒരുക്കി കൊടുക്കണമെന്ന് എനിക്കും ഉണ്ട് ആഗ്രഹം. ശ്രീകാന്തിക്കും പാപം ചെയ്തവർക്കും കുറ്റവാളികൾക്കും അഭയം കൊടുക്കാൻ പ്രായശ്ചിത്തം ചെയ്യിപ്പിക്കാനും നീ ആരടി? ദൈവത്തിന്റെ അവതാരോ? അപ്പോഴേക്കും ശങ്കരൻ ശ്രീകാന്ത് എന്നിട്ട് ദീപ്തിയെ ചേർത്ത് പിടിച്ചിട്ട് പറയും, മോളെ, ഇതൊക്കെ നിന്റെ പ്രായത്തിൻ്റെതാ. ഈ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരിലും ആദർശാമിക പ്രണയത്തിനുള്ള സ്പേസ് ഉണ്ടാവുന്ന സമയം. തന്റെ സ്നേഹം വഴി ഒരാൾ ജീവിതത്തിലേക്ക് മടങ്ങി വരെ ജീവിതത്തിൽ രക്ഷപ്പെടുകയോ ചെയ്യുമ്പോൾ താനൊരു വലിയ ആളായെന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. പിന്നെ അയാളുടെ സംരക്ഷണം മുഴുവൻ തനിക്കാണെന്നുള്ളൊരു വിചാരം ഉണ്ടാകും. ഇപ്പൊ നിനക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ദീപ്തിയും, അച്ഛാ, സൈക്കോളജി പഠിക്കുന്നത് ഞാനാ, അച്ഛനല്ല. എനിക്ക് വരുണിനോട് ഇപ്പൊ ഇഷ്ടമുണ്ട്, ഒന്നിച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് അവന്റെ പഴയകാല ചരിത്രം എനിക്ക് തടസ്സമല്ല. ശ്രീകാന്ത് പറയും, പക്ഷെ ഞങ്ങൾക്ക് തടസ്സമാ. ദീപ്തി, എങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കുന്നില്ലെന്ന് വെച്ചാ പോരെ? അപ്പൊ തന്നെ പത്മം, ദീപ്തി നീ എന്താടി പറഞ്ഞത്? ദീപ്തിക്കും, നിങ്ങൾ എന്തിനാ അമ്മ എല്ലാരും കൂടെ വലിയ ഡ്രാമ ഉണ്ടാക്കുന്നത്? ശരി, സമ്മതിച്ചോ, ഒരാൾ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റുകാരനായിരിക്കും. അയാൾക്കെന്താ തിരുത്താൻ അവകാശമില്ല? അച്ഛൻ ശിക്ഷിക്കുന്ന പ്രതികളല്ല അതോടെ നശിച്ചില്ലാതാവണമെന്നാണോ അച്ഛൻ ചിന്തിക്കുന്നത്? ശിക്ഷ കൊടുത്ത ആൾക്കാരെ ജയിലിലേക്ക് അയക്കുന്നത് അങ്ങനെയാണോ? അവരുടെ സ്വഭാവം മാറി അവര് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയല്ലേ? അങ്ങനെ തിരിച്ചു വന്നവർക്ക് മറ്റാരെയും പോലെ ഈ സമൂഹത്തിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇവരെല്ലാവരും പരസ്പരം നോക്കുകയാണ്. വിക്രം ചേട്ടന്റെ ജീവിതത്തിലേക്ക് ഈ വീട്ടിൽ നിന്ന് ചേച്ചി ഇറങ്ങിപ്പോയിട്ട് വർഷം 1 കഴിഞ്ഞു. ഇടയ്ക്ക് ചേച്ചിയെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനും അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടില്ലേ? വിക്രം ചേട്ടൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഓർക്കാൻ അമ്മയും മുത്തശ്ശിയൊക്കെ തയ്യാറായിരുന്നല്ലോ. അപ്പോൾ ശങ്കരൻ പറയും, ഞങ്ങളാരും നിന്റെ ചേച്ചിയുടെ ഭർത്താവിനെ ന്യായീകരിച്ചിട്ടില്ല. പക്ഷെ ഇതതുപോലെയല്ല. ഒരു പെൺകുട്ടിയെ ആക്രമിച്ചവൻ കൂടിയാണ് അവൻ. അപ്പൊ ദീപ്തിക്കും, ആ കേസ് കോടതിയിൽ വന്നോ? ഇല്ലല്ലോ. ശ്രീകാന്ത് പറയും, അത് ഒതുക്കി തീർക്കാൻ അവന്റെ അച്ഛൻ ഉണ്ടായതുകൊണ്ട്. അപ്പൊ ദീപ്തി പറയും, ശരി, സമ്മതിച്ചു. പക്ഷെ ആ കേസ് കോടതിയിൽ വരികയും അവന്റെ ഭാഗത്തല്ലെന്ന് അവന്റെ വക്കീൽ തെളിയിക്കുകയും ചെയ്താൽ അച്ഛനാണ് ജഡ്ജിയെങ്കിലും എന്ത് ചെയ്യും? വിട്ടയക്കില്ലേ? അങ്ങനെ വിട്ടയച്ചാൽ സാധാരണ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കും. അതിനൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്ത് നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യില്ലേ? ഇവരെല്ലാം പരസ്പരം നോക്കും. ദീപ്തി പറയും, അപ്പൊ നിങ്ങളുടെ നിയമവും നീതിയൊക്കെ ഇത്രയേ ഉള്ളൂ. എന്നാ വരുൺ അങ്ങനെയല്ല. അവന്റെ കഴിഞ്ഞ ജീവിതം തെറ്റായിരുന്നു എന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്. അതിൽ അവന് കുറ്റബോധമുണ്ട്. അത് തിരുത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഭർത്താവ് വിക്രം ചേട്ടനെ പോലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി ബോധപൂർവം ഗുണ്ടാപ്പണി ചെയ്യല്ല വരുൺ ചെയ്യുന്നത്. അവൻ തെറ്റുകൾ ചെയ്യുമ്പോ അവനെ നയിച്ചിരുന്നത് അവന്റെ മനസ്സല്ല, പകരം ഡ്രഗ്സ് ആയിരുന്നു. ശ്രീകാന്തിനങ്ങ് ദേഷ്യം വരും. ഓ, അപ്പൊ അത് പറഞ്ഞിട്ടാണ് നീ അല്ലേ? ദീപ്തിക്കും, അച്ഛനും ചേട്ടനും ഇവിടെ ഒരുമിച്ചിരുന്ന് മദ്യപിക്കാറുണ്ടല്ലോ. അത് ദാഹം തീർക്കാനൊന്നും അല്ലല്ലോ. അവരങ്ങ് ഞെട്ടിപ്പോവല്ല. ഇൻടോക്സിക്കേഷന് വേണ്ടിയിട്ടല്ലേ? പത്മം ചോദിക്കും, ഡി എന്ത് ഓർത്താണ് നീ പറയുന്നത്? അതോ മയക്കുമരുന്ന് ഒരുപോലെയാണോ? അപ്പൊ ദീപ്തി പറയും, അങ്ങനെ അമ്മ എല്ലാരും ആരംഭിക്കുന്നത്. ചിലരും മോശം കൂട്ടുകെട്ടിൽ പെട്ടിട്ട് അങ്ങനെയാവുന്നു. വരുൺ ചെന്നുപെട്ടത് ആ കൂട്ടത്തിൽ. അതിലകപ്പെട്ട് ബോധമില്ലാത്ത അവസ്ഥയിൽ വരുൺ ഇതെല്ലാം ചെയ്തത്. അങ്ങനെ ശങ്കരനോടൊക്കും, ബോധമില്ലാതെ ചെയ്യുന്ന തെറ്റോ അതോ മറ്റൊരാളുടെ ലാഭത്തിനു വേണ്ടി ബോധപൂർവം ചെയ്യുന്ന തെറ്റോ? ഏതാണ് ഏറ്റവും വലിയ ക്രൈം വെച്ചാ? ബോധമില്ലാതെയാ വരുൺ അവന്റെ തെറ്റുകൾ മുഴുവൻ ചെയ്തിട്ടുള്ളത്. അത് തിരിച്ചറിഞ്ഞ് പശ്ചാത്തപിച്ച് സ്വബോധത്തോടെ അവൻ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവനൊരു സഹായത്തിന് എന്റെ കൈ പിടിക്കണമെന്ന് തോന്നി. ഞാൻ അതിനെ അനുവദിച്ചു. അതിനെ നിങ്ങളെല്ലാവരും വലിയ കോലാഹലമൊന്നും ഉണ്ടാക്കണ്ട. ഇതെന്റെ മാത്രം തീരുമാനാ. അപ്പോഴേക്ക് ശ്രീകാന്ത്, ഡി
എന്ന് വിളിച്ചടിക്കാനോങ്ങുമ്പോ ശങ്കരൻ തടയാൻ അതിൽ ദീപ്തിയെ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി പോവാണ്. പത്മൊക്കെ അവിടെ ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് ഇതേ സമയം രാത്രിയിലെ വേദയെല്ലാം വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്ന വിക്രം ചിരിച്ചുകൊണ്ട് വെക്കും. നീ ഒരു പാവായി പോയല്ലോ വേദ. അവന്റെ കഥയിലെ ഇയാൾ വിശ്വസിക്കുന്നാണോ പറയുന്നത്? വേദ പറയും, ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഞാനത് വിശ്വസിക്കാതെ ഇറങ്ങി വന്നത്. പക്ഷെ പതിയെ പതിയെ ദീപ്തിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അവൾ അതൊക്കെ ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നൽ. ആളുകളോട് മുഴുവനും വലിയ സിമ്പതിയും സ്നേഹവും അവൾക്ക്. ചെറുപ്പം മുതലേ അവൾ അങ്ങനെയാണ്. വിക്രം പറയും, എന്ന് വെച്ചാൽ അവളെ സ്വാധീനിക്കാനും വരുതിയിലാക്കാനും വളരെ എളുപ്പമാണെന്നല്ലേ അതിനർത്ഥം? ആശുപത്രിയിലെ സ്ഥിരം സന്ദർശകർക്കിടയിൽ അവൻ ദീപ്തിയുടെ ക്യാരക്ടർ മനസ്സിലാക്കി അവളെ സ്വാധീനിക്കാൻ എളുപ്പമാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നിട്ട് അതിനുള്ള വല വീശി. അതാ ഉണ്ടായത്. വേദയ്ക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു ചെറുക്കനെ അവൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. വിക്രം പറയുന്നത് സംഭവിച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെയാണെന്നുള്ള കാര്യം ഉറപ്പാണ്. കൗൺസിലിങ്ങിന് വന്ന ആളുടെ മുന്നിൽ തനിക്കുള്ള അവസരം ഒത്തുവന്നെന്ന് മനസ്സിലാക്കി അവൻ കുറ്റബോധത്തിന്റെയും പശ്ചാത്താപത്തിന്റെയും ഒരു കാർഡ് പുറത്തിറക്കുന്നു. അത് കണ്ട് കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാത്ത, വേണ്ട പോലത്തെ ലോകവിവരം ലഭിക്കാത്ത ആ പാവൻകുട്ടി അതിൽ വീണു പോകുന്നു. തന്റെ മുന്നിലിരിക്കുന്ന പാപൻ ചെയ്തവന്റെ ജീവിതം കഴുകി ശുദ്ധമാക്കി തന്നെ ദൈവം പറഞ്ഞയച്ച് മാലാഖയാണെന്ന് അവൾക്ക് തോന്നുന്നു. താൻ കാരണം മറ്റൊരാളുടെ ജീവിതം നന്നാവുന്നത് കാണും ദീപ്തി ആനന്ദം അനുഭവിക്കാൻ തുടങ്ങും. ചില മാഗസിനുകളിൽ, മനഃശാസ്ത്ര പേജുകളിൽ ഇത്തരം കേസുകൾ വായിക്കാൻ പറ്റും. താൻ അകമഴിഞ്ഞ് സഹായിക്കുന്നത് വഴി ഒരാളുടെ ജീവിതം രക്ഷപ്പെട്ട് കാണും. സഹായിക്കുന്നവർ അനുഭവിക്കുന്ന ഒരു തരം ആനന്ദം ഹെൽപ്പേഴ്സ് ഹൈ എന്നാണ് അതിനെ പറയുന്നത്. അങ്ങനെ ആനന്ദം അനുഭവിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ചില ഹോർമോൺസും ന്യൂറോ കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ഓക്സിഡോക്സിൻ, എൻഡോഫിൽ, അങ്ങനെ ചിലത്. അത് അവർക്ക് വലിയ ആനന്ദം ഉണ്ടാക്കും. മറ്റൊരർത്ഥത്തിൽ വരുൺ മയക്കുമരുന്നിലൂടെ അനുഭവിച്ച അതിന്റെ മറ്റൊരു ഫോം എന്ന് പറയാം. വേദയ്ക്കും സൈക്കോളജി പഠിക്കുന്ന ദീപ്തിക്ക് ഇത് മനസ്സിലാവുന്നില്ല എന്നാണോ? വിക്രം പറയിൽ, രോഗത്തെക്കുറിച്ച് പഠിച്ചെന്ന് കരുതി രോഗിയല്ലാതാവുക ചെയ്യോ? എനിക്കറിയാവുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്റെ സോഷ്യൽ മീഡിയ ഫ്രണ്ടാണ്. ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേഷ്യൻസ് ഉള്ള ആളാണ്. പക്ഷെ വളരെ ചെറിയ നേട്ടം അത് സോഷ്യൽ മീഡിയയിലൂടെ ലോകര് മുഴുവൻ അറിയിക്കും. ഉദാഹരണത്തിന്, ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ പരിചയപ്പെടാനിടയായി അയാൾ വെച്ചൊരു സെൽഫി എടുത്ത് പോസ്റ്റ് ചെയ്ത് അതിന്റെ അടിയിൽ പുള്ളിക്കാരൻ എഴുതി വെക്കും, ഇതാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, ഐ എം ബ്ലസ്ഡ്, എനിക്ക് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ. അതിലൂടെ താനെന്തോ വലിയ മിടുക്കനായെന്നാ പുള്ളിക്കാരൻ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ഇൻസെക്യൂർ സെൽഫ് എസ്റ്റീം എന്ന് പറയും. തന്നെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ പുറത്തുള്ളവരിൽ നിന്നും അംഗീകാരം പിടിച്ചുപറ്റാൻ നടത്തുന്ന ശ്രമം. മറ്റുള്ളവരെ കൗൺസിൽ ചെയ്യുന്ന ഒരു ഡോക്ടറല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിന്റെ അനുജത്തിയുടെ പ്രശ്നം ഒരു കമ്പാഷൻ സാറ്റിസ്ഫാക്ഷൻ ആണ്. തന്റെ സഹായം കൊണ്ട് മറ്റൊരാളുടെ ജീവിതം അർത്ഥവത്തായി എന്നൊരു തോന്നൽ, അതിലുണ്ടാവുന്ന ഒരു മാനസിക തൃപ്തി, ജീവിതം മീനിങ് ഫുൾ ആയി എന്നുള്ളൊരു വിചാരം. എനിക്ക് തോന്നുന്നത് ദീപ്തി ഇപ്പൊ ഡ്രൈവ് ചെയ്യുന്നത് ഇതൊക്കെയാണെന്ന്. വേദ പറയും, എനിക്ക് വേണ്ടത് ഇതിന്റെ ഒരു ശാസ്ത്രീയ വിശദീകരണമല്ല, എന്താ അതിൽ ചെയ്യാന്നുള്ളതാ. നമുക്ക് എന്ത് ചെയ്യാനാ? പരസ്പരം സ്നേഹിക്കുന്ന ഒരു യുവമിഥുനങ്ങൾ നമ്മളായിട്ട് വേർപ്പെടുത്താൻ പറ്റും. വേദ പറയും, പ്ലീസ്, അവളുടെ ജീവിതം ഇതിലൂടെ ഒരു കുഴപ്പത്തിലേക്കാണ് എത്തുന്നതെങ്കിൽ. വിക്രം ചോദിക്കും, വേദ ദീപ്തിയോട് സംസാരിച്ചതല്ലേ? അതെ. എന്നിട്ട് അവൾ മാറാൻ തയ്യാറായോ? വേദ അറിയില്ല. വിക്രം ചോദിക്കും, വരുണോട് ഇന്ന് സംസാരിച്ചപ്പോ എന്ത് തോന്നി? വരുണും പിന്മാറുന്ന പ്രശ്നമില്ല എങ്കിൽ പിന്നെ അവര് തമ്മിൽ വിവാഹം കഴിക്കട്ടെ എന്ന് വെക്കണം. വിക്രം, അത് പക്ഷേ. വിക്രം പറയും, നിനക്ക് വാശിക്ക് ഒരുവന്റെ ഭാര്യയായി ലോകത്തിന്റെ മുന്നിൽ അഭിനയിക്കാമെങ്കിൽ നിന്റെ അനുജത്തിക്ക് അവളുടെ ആത്മാർത്ഥ പ്രണയം നടത്താൻ അല്പം വാശിയൊക്കെ ആയിക്കൂടെ? വേദയ്ക്കും, ഞാൻ അഭിനയിക്കാണോ? വിക്രം ചോദിക്കും, എന്താല്ലേ? അങ്ങനെയല്ലേ? വേദ അല്പസമയം മിണ്ടാതെക്കും. പക്ഷെ ആ സാഹചര്യം വേറെ ആയിരുന്നു. വിക്രം പറയും, പക്ഷെ അത് നിന്റെ ശരി, നിന്റെ അച്ഛനും ചേട്ടനും അതിപ്പോഴും തെറ്റായിട്ടല്ലേ തോന്നുന്നത്? ഇതിൽ നമ്മൾ പോയി തലയിട്ടതുകൊണ്ട് ദീപ്തി ഇതിന്ന് പിന്മാറാൻ പോകുന്നില്ല, അങ്ങനെ എനിക്ക് തോന്നുന്നത്. വേദയ്ക്കും, പിന്നെ എന്ത് വേണമെന്നാ? എന്തെങ്കിലും ഒരു വഴി പറയൂ. വിക്രം പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്തായാലും ആദ്യം നമുക്ക് അവരുമായിട്ട് ഒരു റൗണ്ട് സംസാരിക്കാം, എന്നിട്ട് തീരുമാനിക്കാം. വേദയ്ക്കും, വിക്രം വരുണിനോട് സംസാരിക്കോ? വിക്രം പറയും, അല്ലാതെ നിവർത്തിയില്ലെന്നല്ലേ എന്റെ ഭാര്യാവേശ അഭിനയിക്കുന്ന സ്ത്രീ പറയുന്നത്? കേട്ടല്ലേ പറ്റൂ. അപ്പൊ വേദ ചിരിക്കും. വേദ പറയും, വിക്രം മലയ്ക്ക് പോയി തിരിച്ചു വാ, എന്നിട്ട് വേഷത്തെക്കുറിച്ച് നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം. അത് കേൾക്കുമ്പോ വിക്രം ഇങ്ങനെ നോക്കും. വേദ പറയും, അതിനു മുമ്പ് വരുണിനെയും ദീപ്തിയെയും നമുക്ക് ഒന്ന് നേരിൽ കാണാം. അപ്പൊ വിക്രം ഇങ്ങനെ തലയാട്ടും. വേദയ്ക്കും, അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ? അയ്യപ്പ സ്വാമിയെ പിടിച്ച് സത്യം ചെയ്യും. സത്യം ചോദിക്കും. വേദ പറയും, തെറ്റാണെന്ന് ബോധ്യമുണ്ടെങ്കിലും ഒരാളോടുള്ള വിധേയത്വവും അനുസരണയും മൂലം മറ്റുള്ളവരെ വേദനിപ്പിച്ച് ആനന്ദം കണ്ടെത്തുന്നതിലെ സ്വാമി വായിച്ച പുസ്തകത്തിൽ എന്ത് പേര് പറയും? വിക്രം തല താഴ്ത്തി നിൽക്കും. വേദ പറയും, സ്വന്തം പ്രശ്നമായതുകൊണ്ട് ഉത്തരം പറയാൻ പ്രശ്നം ഉണ്ടാകും. പക്ഷെ അയ്യപ്പ സ്വാമിയെ പിടിച്ച് സത്യം ചെയ്തതാണ്, പറഞ്ഞേ പറ്റൂ. പറ സ്വാമി. വിക്രം പറയും, മാലിഗ്നന്റ് ഒബീഡിയൻസ്. വേദ പറയും, ഓ, മാരകമായ വിധേയത്വം. ശ്രീകാര്യം ശ്രീനിവാസനോടുള്ള മാരകമായ വിധേയത്വത്തിൽ നിന്ന് നിങ്ങളെ മാറ്റിയെടുക്കാൻ ഞാനൊരു കൗൺസിലിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മലയ്ക്ക് പോയിട്ട് വാ, എന്നിട്ടാവാം. വിക്രമിനെ നോക്കുമ്പോ വേദ ഒന്നും പറയാതെ പോവും. വിക്രം അപ്പോ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കും. അങ്ങനെ വേദ പോയി കഴിഞ്ഞാൽ വിക്രം അവിടെ ഇരിക്കും. ഷോ, എന്തൊരു ബിൽഡപ്പായിരുന്നു. എല്ലാം ഒറ്റ സെക്കൻഡില് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു എന്ന് വിചാരിച്ച് ചമ്മി നിൽക്കുമ്പോ വേദ തിരികെ വന്നിട്ട്, സ്വാമി വിഷമിക്കേണ്ട, നിങ്ങളെപ്പോലെ ഒരാളോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതിലും ജീവിക്കുന്നതിലും ആനന്ദം കണ്ടെത്താൻ നോക്കുന്ന എനിക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ സൈക്കോളജിക്കൽ ഇഷ്യൂ, അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ മാനസിക പ്രശ്നമില്ലാത്ത ആരാ സ്വാമി നമുക്കിടയിലുള്ളത്? ശരിയല്ലേ? വിക്രം ഇങ്ങനെ നോക്കി ചിരിക്കും.
അപ്പൊ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ വേദ അവിടെ നിന്ന് പോവും. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയുടെ അച്ഛനും അമ്മയും ദീപ്തിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ശങ്കരൻ വ്യക്തമായിട്ട് പറയും, മൂത്തവളുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഇവളുടെ കാര്യത്തിൽ സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഈ വിഷയത്തിൽ എനിക്ക് ആരുടെയും പക്ഷം കേൾക്കണ്ട, ഒരു ന്യായവും അറിയണ്ട. ഇതിന്റെ വിധി തീരുമാനിക്കുന്നത് മാത്രമല്ല നടപ്പിലാക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. ഇങ്ങനെയുള്ള മകള് പിറന്നിട്ടില്ലെന്ന് വിചാരിച്ചാലേ മതിയാവുമെങ്കിൽ ഞാൻ അങ്ങനെ അങ്ങ് കരുതും എന്ന് നല്ല കടുപ്പിച്ച് പറയണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് മറ്റൊരു ദിവസമാട്ടോ. വിക്രം വേദയും കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കണേ. അങ്ങനെ അകത്ത് കയറി അവർ പ്രസാദമൊക്കെ വാങ്ങിച്ച് തൊഴുതിറങ്ങുമ്പോൾ തിരുമേനി വന്ന് വിക്രത്തോട് ചോദിക്കും, എന്നാ മലയ്ക്ക് വന്നത്? മകരവിളക്കിന് പോകണമെന്നാ വിചാരിക്കുന്നത്, ആണോ എന്ന് പറഞ്ഞ് ആശീർവദിച്ചിട്ട് തിരുമേനി അവിടെ നിന്ന് പോവും. വിക്രവും വേദയും കൂടെ അവിടുന്ന് തൊഴുതിറങ്ങാണേ. വേദ പറയും, വിക്രം അവിടെ ഇരുന്നോളൂ, എനിക്ക് 7 ഒറ്റയടി പ്രദക്ഷിണം കൂടെ ഉണ്ട്. വിക്രം അങ്ങ് ഞെട്ടും, 7? വേദ പറയും, വിക്രമിന് വേണ്ടിയാ, ദാ അങ്ങോട്ട് ഇരുന്നോളൂ എന്ന് പറഞ്ഞ് തൊഴുതിങ്ങനെ നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ കുറച്ച് ലേറ്റായി പോയി, സോറി. എങ്കിലും ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്